ഉന്നത വിദ്യാഭ്യാസത്തിന് വിദേശ സർവകലാശാലയിലേക്ക് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിലെ വിദ്യാർത്ഥിയോ മാതാപിതാക്കളോ ആണോ നിങ്ങൾ? എങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ള വീഡിയോ ആണിത്. പോസ്റ്റ് ഗ്രാജുവേഷൻ ഓർ ഡോക്ടറൽ പ്രോഗ്രാമിന് ശ്രമിക്കുന്ന കുട്ടികൾക്കായിരിക്കും ഇത് കൂടുതൽ യൂസ്ഫുൾ ആവുക. ഒരു വിദേശ സർവകലാശാലയുടെ ആപ്ലിക്കേഷൻ ഫീസ് മാത്രം ശരാശരി 4,000 മുതൽ 15,000 രൂപ വരെയാണ്. ഒരു വിദ്യാർത്ഥി തൻ്റെ അവസരം ഉറപ്പാക്കാൻ വേണ്ടി ഏകദേശം 6 മുതൽ 15 യൂണിവേഴ്സിറ്റികൾ വരെ അപ്ലൈ ചെയ്യാറുണ്ട്. എന്നു പറഞ്ഞാൽ ആപ്ലിക്കേഷൻ ഫീസ് മാത്രം 1,00,000 രൂപയ്ക്ക് മുകളിലാകുന്നുണ്ട്. ഒരു സാധാരണ മിഡിൽ ക്ലാസ് ഫാമിലിക്ക് ഇതൊരു വലിയ തുകയാണ്. എന്നാൽ നമ്മുടെ കുട്ടികളുടെ സ്വപ്നങ്ങൾക്ക് ഒരിക്കലും സാമ്പത്തികം ഒരു തടസ്സമാവരുത്. നിങ്ങളൊരു ടാലൻറ്റഡ് ആയിട്ടുള്ള ഔട്ട്സ്റ്റാൻഡിംഗ് സ്റ്റുഡൻ്റ് ആണെങ്കിൽ ഫീ വെയ്വർ എന്ന ഒരു പ്രൊസീജിയർ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ കഴിയും എന്ന് നിങ്ങൾക്കറിയാമോ? ഫീ വെയ്വർ എന്നാൽ ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടുള്ള എന്നാൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഒരു വിദ്യാർത്ഥിയെ അതേ യൂണിവേഴ്സിറ്റിയുടെ ആപ്ലിക്കേഷൻ ഫീസ് യഥാർത്ഥ ഫീസിനേക്കാൾ വളരെ കുറഞ്ഞ നിരക്കിലോ അല്ലെങ്കിൽ ഫീസ് ഇല്ലാതെയോ തന്നെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു പ്രൊസീജിയറാണ്. ഏതൊക്കെ യൂണിവേഴ്സിറ്റിക്കാണ് ഫീ വെയ്വർ ഉള്ളത്? ഇനി ഫീ വെയ്വർ ഇല്ലാത്ത യൂണിവേഴ്സിറ്റി ആണെങ്കിൽ നമുക്കെങ്ങനെ ഫീ വെയ്വർ ചോദിക്കാം എന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഒരു യൂണിവേഴ്സിറ്റിയിലേക്ക് അപ്ലൈ ചെയ്യുന്ന എല്ലാ കുട്ടികൾക്കും ഫീ വെയ്വർ കിട്ടത്തില്ല അല്ലേ? അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് നോക്കാം ആർക്കാണ് കൂടുതൽ സാധ്യതയുള്ളത് എന്ന്. ആദ്യത്തെ പോയിന്റ്, നിങ്ങളുടെ കുടുംബത്തിൻ്റെ ഇൻകം വെച്ച് ഒരു ഫോറിൻ യൂണിവേഴ്സിറ്റിയുടെ ആപ്ലിക്കേഷൻ ഫീസ് കൊടുക്കാൻ ബുദ്ധിമുട്ടാണ് എങ്കിൽ ഈ വസ്തുത സർട്ടിഫൈ ചെയ്യുന്ന സർട്ടിഫിക്കറ്റ് ആവശ്യമാണ്. 2019-20 കാലയളവിൽ ഞാൻ എൻ്റെ പഠനത്തിന് വേണ്ടിയിട്ട് ഫോറിൻ യൂണിവേഴ്സിറ്റിക്ക് ഇങ്ങനെയൊരു ഇൻകം സർട്ടിഫിക്കറ്റ് കൊടുത്തത് വില്ലേജ് ഓഫീസർക്ക് ഡയറക്റ്റ് അപേക്ഷ കൊടുത്തിട്ട് അദ്ദേഹം അത് തഹസീൽദാർക്ക് കൊടുത്തിട്ട് തഹസീൽദാർ വഴിയാണ് എനിക്ക് ഇങ്ങനെയൊരു സർട്ടിഫിക്കറ്റ് കിട്ടിയത്. ഇപ്പം പ്രൊസീജിയറിന് മാറ്റമുണ്ടോ എന്ന് എനിക്കറിയില്ല, നിങ്ങളൊന്ന് വെരിഫൈ ചെയ്യുക. രണ്ടാമതായി, നിങ്ങളൊരു എക്സലൻറ്റ് ഓർ ഔട്ട്സ്റ്റാൻഡിംഗ് സ്റ്റുഡൻ്റ് ആണ് എന്ന് കാണിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ. നിങ്ങളുടെ സി വിയിൽ ഇതിൽ ഏത് അച്ചീവ്മെൻ്റ് ആണ് ഏറ്റവും ബെസ്റ്റ് എന്ന് നോക്കുക. ഉദാഹരണമായി പറഞ്ഞു കഴിഞ്ഞാൽ നെറ്റ് ഓർ ഗേറ്റ് എക്സാം, നാഷണൽ ലെവൽ എക്സാമിന് ടോപ്പ് 5 or 10% സെക്യൂർ ചെയ്യുന്ന ആൾക്കാർ, നാഷണൽ ലെവൽ കോമ്പറ്റീഷൻസിന് വിൻ ചെയ്യുന്ന ആൾക്കാർ, പ്രിസ്റ്റീജിയസ് സ്കോളർഷിപ്സ്, ഫോർ എക്സാമ്പിൾ ഇൻസ്പയർ സ്കോളർഷിപ്പൊക്കെ വളരെ ഉന്നതമായ മാർക്കോടുകൂടി പാസ്സാവുന്നവർക്ക് മാത്രം കിട്ടുന്ന സ്കോളർഷിപ്പുകളാണ്. ഇങ്ങനത്തെ നിങ്ങളുടെ സി വിയിലുള്ള ഔട്ട്സ്റ്റാൻഡിംഗ് അച്ചീവ്മെൻറ്റ് ഏതാണെന്ന് നോക്കുക. സാധാരണയായി ഈ 2 പോയിന്റുകൾക്കുള്ള എവിഡൻസ് പ്രൊവൈഡ് ചെയ്യാനാണ് ഫീ വെയ്വറിന് അപ്ലൈ ചെയ്യുമ്പോൾ യൂണിവേഴ്സിറ്റി നിങ്ങളോട് പറയുക. യൂണിവേഴ്സിറ്റി ടു യൂണിവേഴ്സിറ്റി ഇത് ഡിപ്പെൻഡൻ്റ് ആണ്. അത് നിങ്ങൾ ഏത് യൂണിവേഴ്സിറ്റിയാണ് അപ്ലൈ ചെയ്യുന്നത് അവിടെ നമുക്ക് ആ പർട്ടിക്കുലർ യൂണിവേഴ്സിറ്റിയിൽ വെബ്സൈറ്റ് നമുക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. എങ്ങനെയാണ് ഫീ വെയ്വറിന് അപ്ലൈ ചെയ്യുന്നതിന് പറയുന്നതിന് മുൻപ് ഒരു കാര്യം പ്രത്യേകം ഓർക്കുക. ഒരു തരത്തിലുള്ള മാൽ പ്രാക്ടീസ് നിങ്ങളിതിൽ ചെയ്യാൻ ശ്രമിക്കരുത്. ഒരു ഫോറിൻ യൂണിവേഴ്സിറ്റിക്ക് ഫേക്കായിട്ടുള്ള സർട്ടിഫിക്കറ്റുകളോ മാനിപ്പുലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളോ കൊടുത്തു കഴിഞ്ഞാൽ അവരിത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഈവൻ നിങ്ങളവിടെ പഠിക്കുന്ന സമയത്താണ് പിന്നീടാണ് കണ്ടുപിടിക്കുന്നതെങ്കിൽ പോലും അതിൻ്റെ കോൺസിക്വൻസസ് ഫേസ് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് സത്യസന്ധമായിട്ട് മാത്രം ചെയ്യുക. ഇനി എങ്ങനെയാണ് നമുക്ക് അപ്ലൈ ചെയ്യുന്നതെന്ന് നോക്കാം. ഈ ഫീ വെയ്വർ പല യൂണിവേഴ്സിറ്റിയുടെയും ആപ്ലിക്കേഷൻ പ്രോസസ്സിനകത്ത് ഇങ്ങനെ ഒരു ഓപ്ഷൻ ആ യൂണിവേഴ്സിറ്റി കൊടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങളത് ചെക്ക് ചെയ്യണം ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യാൻ തുടങ്ങുന്നതിന് മുൻപ് തന്നെ. അപ്പോൾ ആ ഫീ വെയ്വർ എന്നുള്ള പേജിൽ തന്നെ അവർ എന്തൊക്കെയാണ് ഇതിൻ്റെ ക്രൈറ്റീരിയ, അതുപോലെ എന്തെല്ലാം പ്രൊസീജിയേഴ്സ് നിങ്ങൾ അതിന് മുമ്പ് ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യുന്നതിന് മുമ്പ് ചെയ്യണമെന്ന് വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ടായിരിക്കും. 2025 ഫീ വെയ്വർ കൊടുക്കുന്ന കുറച്ച് യൂണിവേഴ്സിറ്റികളിലെ ഒരു ലിസ്റ്റ് കൊടുത്തേക്കുന്ന 2 വെബ്സൈറ്റുകൾ ഞാൻ കണ്ടു. അത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. എക്സാമ്പിൾസ് പറഞ്ഞു കഴിഞ്ഞാൽ കാൽടെക്, യൂണിവേഴ്സിറ്റി ഓഫ് പെൻസിൽവേനിയ, ഷിക്കാഗോ, അമേരിക്കൻ യൂണിവേഴ്സിറ്റീസ് ആണ്. ഇവരൊക്കെ ഫീ വെയ്വർ കൊടുക്കുന്നുണ്ട്. ഇനി നിങ്ങൾ നോക്കുന്ന പ്രോഗ്രാമിന് ഫീ വെയ്വർ എന്നൊരു ഓപ്ഷൻ നിങ്ങൾ കണ്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ ആ യൂണിവേഴ്സിറ്റിക്ക് ഫീ വെയ്വർ എന്നൊരു ഓപ്ഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ കൺസേൺ പ്രോഗ്രാമിൻ്റെ അഡ്മിനിസ്ട്രേഷൻ സെക്ഷനിലേക്കോ അല്ലെങ്കിൽ സ്റ്റുഡൻറ്റ് ഹെൽപ്പ് ഡെസ്കിലേക്കോ നിങ്ങൾക്ക് ഔട്ട്സ്റ്റാൻഡിംഗ് സ്റ്റുഡൻ്റ് ആണ്, നമ്മൾ ആദ്യം പറഞ്ഞ പോലത്തെ ഇൻകം സർട്ടിഫിക്കറ്റും അറ്റാച്ച് ചെയ്ത് ഒരു ഇമെയിൽ അയച്ച് റിക്വസ്റ്റ് ചെയ്യുക. അവർക്ക് തരാനായിട്ടൊരു പോസിബിലിറ്റി ഉണ്ടെങ്കിൽ അവർ നിങ്ങളെ കൺസിഡർ ചെയ്യും. ഇനി ഫീ വെയ്വർ എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് വർക്കൗട്ട് ആയില്ലെങ്കിൽ വിഷമിക്കേണ്ട, നിങ്ങൾക്ക് സ്കോളർഷിപ്സിന് ട്രൈ ചെയ്യും. അതുപോലെ പല ട്രസ്റ്റ് ഏജൻസികളും കുട്ടികളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് റെഡിയാണ്. അതിലൂടെ നിങ്ങൾ ട്രൈ ചെയ്യുക. എൻ്റെ അഡ്മിഷൻ സമയത്ത് എനിക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള നോളജും ഡോക്ടറൽസ് ആൻഡ് പോസ്റ്റ് ഡോക്ടറൽസ് ആൻഡ് മാസ്റ്റർ സ്റ്റുഡൻസുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് അവർക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള നോളജുമാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു. ഒരു വിദ്യാർത്ഥിയുടെ പോലും സ്വപ്നങ്ങൾ സാമ്പത്തികത്തിൻ്റെ പേരിൽ പൊലിയാതിരിക്കട്ടെ. അടുത്ത വീഡിയോയിൽ നിങ്ങളുടെ CV ഏത് യൂണിവേഴ്സിറ്റിക്ക് ഫിറ്റാകും എന്ന് എങ്ങനെ കണ്ടുപിടിക്കാം എന്ന് ഞങ്ങൾ ഡിസ്കസ് ചെയ്യും.